ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ലോനപ്പേട്ടന്റെ പണത്തിന്റെ കാര്യം അവൻ നമ്മളോട് പറഞ്ഞില്ലല്ലോ. അതെങ്ങനെ പറയും? എല്ലാം ഒറ്റയ്ക്ക് ഉള്ളിൽ അടക്കി പിടിച്ച് നടക്കുന്നതല്ലേ ശീലം. ഇതുവരെ എന്നോട് പോലും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ലോനപ്പഞ്ചേട്ടൻ ഒരു പലിശക്കാരനൊന്നുമല്ല. ഒരു അത്യാവശ്യം വന്നപ്പോ നമ്മളെ സഹായിച്ചതാ. വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അയാളിപ്പോ പൈസ ചോദിച്ചിങ്ങോട്ട് വരത്തില്ലായിരുന്നു. അത് കല്യാണത്തിനെങ്കിലും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു മഹാപാപമായിരിക്കും. മോളെ ദേ അമ്മേ, ഇനി എന്നെ നോക്കണ്ട. എന്റെ കയ്യിൽ ഇനി ഒന്നുമില്ല. ഉള്ളതെല്ലാം ഓരോ ആവശ്യത്തിനായി എടുത്ത് തീർത്തില്ലേ? അത് അവളോട് ഈ ടെമ്പററി ടീച്ചറുടെ വേക്കൻസിക്ക് പോവാതെ വല്ല സിവിൽ സർവീസ് കോച്ചിങ്ങിനും പോവാൻ പറഞ്ഞതാ. അപ്പൊ അവള് പറഞ്ഞത് അമ്മ കേട്ടതല്ലേ? അവള് സ്വയം പഠിച്ച് സമ്പാദിച്ചോളാന്ന്. അതെങ്ങനെയാ? അച്ഛന്റെ അല്ലേ മോള്. അച്ഛന്റെ മാത്രല്ല, നിന്റെ വാശിയുണ്ട് അവക്ക്. അമ്മുമ്മേ, അമ്മുമ്മേ. എന്റെ മക്കള്, അമ്മമ്മയുടെ പൊന്നുമക്കള് വന്നല്ലോ. ആ എന്താ ഇത്? ട്രോഫിയൊക്കെ കിട്ടിയോ രണ്ടാക്കും? ഞങ്ങൾ സ്കൂളിന്റെ ബെസ്റ്റ് സ്റ്റുഡൻസ് അല്ലേ? കണ്ടോടി, നോക്കട്ടെ. അയ്യോ, എന്റെ പിള്ളേര് ട്രോഫിയൊക്കെ വാങ്ങിച്ച കണ്ടോ? കണ്ടോടി, എന്റെ പിള്ളേര് കപ്പൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത്. കൊള്ളാം. എടി, നീ അകത്തോട്ട് ചെന്ന് അവർക്ക് വയറ് നിറച്ച് ചായയും പലഹാരവും ഒക്കെ കൊടുക്ക്. മക്കള് ചെല്ലേ. നിങ്ങള് വാ, അകത്ത് പോവാം. ചെല്ല്. കേറ്. വാമോനെ, കയറിയിട്ട് പോം. വേണ്ട, ഇനിയെങ്കിലും അവസാനിപ്പിച്ചൂടെ നിന്റെ വാശിയൊക്കെ? വാ, കയറി ചായ കുടിച്ചിട്ട് പോ. വാശിയല്ല, അർച്ചനയില്ലാതെ എനിക്ക് പടികടന്നു വരാൻ പറ്റില്ല.